അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു പുഡിങ്ങാണ്. 4 ലെയറായിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് തന്നെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് നമുക്ക് ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 10 ഗ്രാം ചൈന ഗ്രാസ് ചെറുതായി കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിന്. ഒരു 10-15 മിനിറ്റ് അതൊന്ന് സോക്കായി കിട്ടണം. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റാണ്. നമ്മളെ ആരോ റൂട്ട് ബിസ്ക്കറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ്. ഞാനിപ്പോൾ ഇവിടെ ഡൈജസ്റ്റീവിൻ്റെ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എടുത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പം ഞാൻ കുറച്ച് പാലിൽ കോഫി പൗഡർ ഇട്ടിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിന്. അതിൽ ഈ ബിസ്ക്കറ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മളെ പുഡിംഗ് ട്രേയിൽ നിരത്തി വെച്ച് കൊടുത്തിന്. ഇതാണ് ഫസ്റ്റ് ലെയർ. പിന്നെ വേണ്ടത്, ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് 4 കപ്പ് പാലെടുത്തിന്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പകുതി മതിയാണെങ്കിൽ, ചെറിയ പുഡിംഗ് ആണെങ്കിൽ നിങ്ങൾ അളവെല്ലാം ഇതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പം 4 കപ്പ് പാലിലേക്ക് പാൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് അതിൽ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് ഷുഗറും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു സൈഡിൽ ചൈന ഗ്രാസ് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിന്. പിന്നെ നമ്മൾ ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുക്കണം. കസ്റ്റാർഡ് കുറച്ച് തണുത്ത പാലിൽ കലക്കിയിട്ട്, കട്ടകളൊന്നും ഇല്ലാണ്ട് കലക്കിയിട്ട് ഈ പാലിലേക്ക്, ചൂടായി വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായി വന്ന സമയത്ത് അതും കൂടി ഞാൻ ഒഴിച്ചിട്ട് മിക്സാക്കിന്. മധുരം പോരാന്ന് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിന്. മധുരമെല്ലാം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഷുഗർ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഈ മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇളം ചൂടോടുകൂടി തന്നെ ബിസ്ക്കറ്റിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ നമുക്ക് ഒരു 10 മിനിറ്റത്തേക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഈ സമയത്ത് നമുക്ക് അടുത്ത ലെയറിനുള്ളത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പാലൊഴിച്ചിന്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ തണുത്ത പാലിൽ കലക്കിയിട്ട് അതും കൂടി ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. പിന്നെ വേണ്ടത് നമുക്ക് നമ്മളെ കൊക്കോ പൗഡറില്ലേ, കൊക്കോ പൗഡർ ഒരു 4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അതിട്ട് കൊടുത്താലും മതി. മധുരം ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിന്. എന്നിട്ട് അത് നല്ലോണം കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കണേ, കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പുഡിങ് എടുത്തിട്ട് അടുത്ത ലെയറായിട്ട് ചോക്ലേറ്റ് മിക്സ് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അടുത്ത ലെയറിന് വേണ്ടത് നമ്മളെ ബിസ്ക്കറ്റില്ലേ, അത് കൈവച്ചിട്ട് തന്നെ നല്ലോണം പൊടിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഇട്ടിട്ട്, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ എന്താണെന്ന് വെച്ചാൽ അതിട്ടിട്ട് നല്ലോണം കുഴച്ച് മിക്സാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അത് മാത്രമാണ് ഇട്ട് കൊടുത്തിന്. എങ്ങനെയായാലും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ബിസ്ക്കറ്റ് ഒന്ന് നിരത്തി വെച്ച ശേഷം അതിൻ്റെ മേലെ ലാസ്റ്റ് ലെയറായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിന്.
നമ്മൾ ബിസ്ക്കറ്റ് പൊടിയും നട്ട്സെല്ലാം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ് ഇത്. നിങ്ങൾ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് കഴിക്കുമ്പോൾ അന്ന് ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.